ഗൈസ് അപ്പോൾ വാങ്ങിക്കാവുന്ന സാധനങ്ങളെല്ലാം ഇതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4000 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ തിരിച്ച് കടയിലോട്ട് പോകാൻ കേട്ടോ. ഗായ്സ് പുതിയൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് അപ്പോൾ നമ്മുടെ 220 അപ്പോൾ അതാ ചെറിയ പണിയായിട്ട് വീണ്ടും നമ്മുടെ ഷോപ്പിൽ തന്നെ കയറ്റിയിരിക്കാൻ കേട്ടോ. വണ്ടിയുടെ ഇന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടില്ലായിരുന്നു. വണ്ടി ഇടയ്ക്ക് വണ്ടി മറിഞ്ഞടിച്ച് വീണിട്ട് പിന്നെ സെൽഫ് അടിച്ചിട്ട് വണ്ടി എടുക്കുന്നില്ല. സി ഡി ഇട്ട് തട്ടമ്പഴക്കിയിട്ട് വണ്ടി പിന്നെ എടുക്കുന്നത് കേട്ടോ. പക്ഷേ സി ഡി ഇട്ട് കുഴപ്പമൊന്നുമില്ല, ചേഞ്ച് ചെയ്തൊക്കെ വെച്ച് നോക്കിയതാണ്. എന്നിട്ടും വണ്ടി ചെറിയ മിസ്സിങ്. അപ്പം എന്താണ് 2010 മോഡൽ വണ്ടിയാണ്. അപ്പം ഇതുവരെയ്ക്കും വയറിംഗ് കിറ്റും കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാം വയറും ഒരുമാതിരി ഷോർട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വയറിംഗ് കിറ്റൊക്കെ മാറിക്കളയാന്ന്. അപ്പോൾ 2700 ഷോറൂമിൽ തിരക്കിയപ്പോൾ വയറിംഗ് കിറ്റിൻ്റെ റേറ്റ്. അപ്പം എന്തായാലും ഈ ഒരു ശനി ഞായർ ഒരു വലിയൊരു റൈഡുണ്ട് കേട്ടോ, ഒരു ഓഫ് റോഡ് റൈഡുണ്ട്. അപ്പോൾ ആ ഒരു പോക്കിൽ ഈ വണ്ടിയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം അവിടെ വെച്ച് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് ചേഞ്ച് ആക്കാനായിട്ട് പോകുന്നത്. വയറിംഗ് കിറ്റ്, ബാറ്ററി റൈഡ്, പിന്നെന്തോന്നാ ചില്ലറ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വണ്ടി ഒന്ന് ഫുൾ കണ്ടീഷൻ ആക്കാനുള്ള പരിപാടിയാണ്. വണ്ടി നിന്ന് പോകാത്ത രീതിയിൽ ഫുൾ കണ്ടീഷൻ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളെ ബജാജിൻ്റെ ഷോറൂം ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടുന്നൊരു ഷോറൂമാണ്. ഇവിടെ ഇന്നലെ വിളിച്ച് ഓർഡർ കൊടുത്തതാണ് കേട്ടോ. അപ്പം സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓക്കെ ഭാഗത്തേറി സാധനമെല്ലാം വാങ്ങിക്കാം. വയറിംഗ് കിറ്റിൻ്റെ ഓർഡർ കൊടുത്തായിരുന്നു. നെക്സ്റ്റ് ഇയർ അത് തന്നെ ഓക്കെ. അപ്പോൾ കഴിച്ച് വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങളെല്ലാം എന്താ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വയറിംഗ് കിറ്റിൻ്റെ റേറ്റ് അതാ നോക്കിയാൽ 2765 രൂപയാണ് കേട്ടോ വയറിംഗ് കിറ്റ് ഫുൾ സെറ്റ്. അതിൽ തന്നെ ബാറ്ററിയുടെ റിലേക്ക് 358 രൂപ കേട്ടോ. ബാക്ക് MC കിറ്റിന് 776 രൂപ. എൻ്റെ പൊന്നെ 3000 സംതിങ് ആവും. എന്തായാലും 4000 അടുപ്പിച്ച് സാധനങ്ങൾ ഇതാ ആയിട്ടുണ്ട്. എൻ്റെ മുന്നേ വണ്ടിക്ക് വരുന്ന ചിലവുകളെ എത്ര രൂപ ചിലവാക്കിയെന്നറിയാം വണ്ടി ഈ ലുക്കിലോട്ട് ആക്കാനായിട്ട്. പക്ഷെ കാണുമ്പോൾ വണ്ടി ഭയങ്കര സിമ്പിൾ ലുക്കല്ലേ. കുഴപ്പമില്ല. അയ്യോ ഫോൺ കുഴപ്പമില്ല, എന്തായാലും വണ്ടി സെറ്റാവട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാ ഒരു 4000 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് കടയിലോട്ട് പോകാൻ കേട്ടോ. വണ്ടി പണിഞ്ഞതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബോധശയം വരും. റോഡിൻ്റെ ചെയിൻ സ്പോക്ക് ഒരു 3200 പ്ലസ് ആയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിന് ഏകദേശം 3000 ആയിട്ടുണ്ട്. ഹാൻഡിൽ 1100. എന്നാലും സ്വന്തമായിട്ടുള്ള വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ലേബർ ചാർജ് ആവുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ ഭാഗ്യം. അല്ലെങ്കിൽ ഇതിൽ നിൽക്കത്തില്ല. 1000 എമൗണ്ട് ലാഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സാധനം മാത്രം തന്നെ ഈ ഒരു എമൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വണ്ടി ഒന്ന് ഉഷാറായാൽ മാത്രം മതി കേട്ടോ. ഇനിയുണ്ട്, ഇനി ഫ്രണ്ട് ടയർ എടുക്കണം. പിന്നെ നമ്മൾ ടാങ്ക് പെയിൻറ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തേക്കണം. പെയിൻറ്റ് അടിച്ച ടാങ്ക് വാങ്ങണം. അതിനൊക്കെ ഇനി എമൗണ്ട് ചിലവാകുന്ന ദിവസമൊക്കെയാണ്. ഇതിവിടെ കൊണ്ടൊന്നും തീരത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും വണ്ടി വഴിയിലാവായിരുന്നു ആദ്യം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ഞാൻ പറയുന്നത്. ഞാൻ മുമ്പ് ധനുഷ്കോടി ട്രിപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതേ എനിക്ക് നല്ല എമൗണ്ടൊക്കെ കടമൊക്കെ മറിച്ചിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അന്ന് 220 അന്ന് ആ പൈസയ്ക്ക് അന്ന് അത്രയും പൈസയ്ക്ക് വണ്ടി പണിഞ്ഞിട്ട് വണ്ടി എൻ്റെ അടുത്ത് അന്ന് ഒരു ചെറിയൊരു ചതി കാണിച്ചു പോയി. അതാണ് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ ഞാൻ അന്ന് പൊട്ടിത്തെറിച്ചത് കേട്ടോ. എന്തായാലും വണ്ടി ഇപ്പോൾ ഉഷാറായിട്ടിരിക്കേണ്ട, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വണ്ടി ജനറൽ സർവീസ് ചെയ്ത് അതിനും കുറച്ച് എമൗണ്ടായി. ഒന്നും ആലോചിക്കുന്നില്ല, എല്ലാം ആലോചിച്ചാൽ ഞാൻ തന്നെ വട്ടളവും. ഓക്കെ, എങ്കിലും കുഴപ്പമില്ല, വണ്ടി എനിക്ക് സെറ്റായി കിട്ടിയാൽ മതി, അത്രമാത്രം ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഈ പ്രോഡക്റ്റ് എല്ലാം നമുക്ക് കടയിൽ കൊണ്ടുപോയി നമുക്ക് വണ്ടിയിൽ ഫുൾ സെറ്റാക്കി വണ്ടി അടിപൊളിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ സ്പെയറും സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിപ്പണി തുടങ്ങാം. പെട്രോൾ ടാങ്ക് നമ്മൾ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അത് സാധനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ആ ഒരു ഗ്ലേസിങ്. മെറ്റാലിക്കൊക്കെ ഇട്ടാണ് അടിച്ചേക്കുന്നത്. നമ്മുടെ അസറും കൂടെ ഉണ്ട് സാധനം പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട്. സംഭവം പക്കായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പൊടിയാ, അത് തുടങ്ങാൻ പോവും. എന്തായാലും ടാങ്ക് സെറ്റായിട്ടുണ്ട്. അപ്പം ഇതും കൂടെ സെറ്റ് ചെയ്യാൻ വണ്ടി ഫുള്ളൊരു തിളക്കം കൂടെ കിട്ടും. നമ്മൾ വണ്ടിയുടെ ഇൻസൈഡും ഔട്ട് സൈഡും എല്ലാം വണ്ടി ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ടാങ്ക് നേരത്തെ എങ്ങനെയൊന്ന് ടാങ്ക് അയപ്പിരിക്കണം നോക്കി, അടിപൊളിയല്ലേ. ഗ്ലിറ്റൊക്കെ ചേർത്ത് അടിച്ചപ്പോൾ വണ്ടി ടാങ്ക് ഭീകരമായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാ? സൂപ്പർ. അപ്പോൾ എടുത്തോ ഗായ്സ്. ചെറിയൊരു പണി കിട്ടി. സംഭവം ഇവിടെ വന്ന് വയറിംഗ് കിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ വയറിംഗ് കിറ്റ് ഇതിൻ്റെ അല്ല കേട്ടോ, വേറെ ഏതാ മോഡലിൻ്റെ 220 ആണ്. ഇന്നലെ പക്ഷേ പാർട്ട് നമ്പറൊക്കെ നോക്കി കറക്റ്റാണ് നമ്മൾ ഷോറൂമിൽ വിളിച്ച് ഓർഡർ കൊടുത്തത്. അത് നോക്കി, ഇതിൻ്റെ അകത്ത് 5 ആമ്പിയറിൻ്റെയും 15 ആമ്പിയറിൻ്റെയും ഫീസ് കൊടുക്കണം കേട്ടോ. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ 15-ൻ്റെ ഒറ്റ ഫീസ് കിടപ്പുള്ളൂ. മാത്രമല്ല ഈ റെക്ടിഫയറിലോട്ട് പോകണം ഈ സോക്കറ്റൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ കൊളായിട്ട് കിടക്കുകയാണ്. 2700 രൂപയുടെ സാധനം ഈ വണ്ടിയുടെ അല്ല കേട്ടോ. തിരിച്ചെടുക്കോ ഇല്ലെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു പണി കിട്ടി. വലുതായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പോയി വാങ്ങിച്ചതാണ്. വണ്ടി ഒന്ന് സെറ്റ് ആക്കാമെന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ച് പോയി വാങ്ങിച്ചതാണ്. ഇവിടെ വന്നപ്പം അത് കുളമായി. എന്തായാലും ടാങ്ക് കിട്ടിയോണ്ട്
അതൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഗൈസ് ഇത് 1/2 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു കേട്ടോ. വയറിംഗ് കിറ്റ് ഇതാ ഫുള്ള് വലിച്ചൂരി എടുത്ത്. അപ്പം പഴയ വയറിംഗ് കിറ്റും പുതിയ വയറിംഗ് കിറ്റും കൂടെ കൊണ്ടുപോകാം. അപ്പോൾ മാച്ചിങ് ആണ് വയറിംഗ് കിറ്റ് അപ്പോൾ എടുത്തുകൊണ്ട് വരാം. പക്ഷേ ഇന്ന് കിട്ടുന്ന സംശയമാണ് കേട്ടോ. അവിടെ ഷോറൂമാർ എന്തായാലും ഇതൊന്നും സ്റ്റോക്ക് എടുത്ത് വയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ നമ്മളെ പുതിയ റിലേയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മളെ ബേക്ക് MC കിറ്റും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം. അപ്പം വയറിംഗ് കിറ്റ് എന്തായാലും ഞാൻ ഒരുപാട് മോഹിച്ച് സാധനം പക്ഷേ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും വണ്ടി ഫുള്ള് പൊളിച്ച് എടുത്ത് കേട്ടോ. ഫുള്ള് പൊളിച്ചെടുത്ത വണ്ടി. ഹെഡ്ലൈറ്റൊക്കെ എല്ലാം ഒരു നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാം പൊളിച്ചെടുത്ത് ഇനി ഇതെല്ലാം നമുക്ക് ഒന്നേന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഷോറൂം ഇതാ എത്തിയിട്ടുണ്ട് വയറിംഗ് കിറ്റ്. അപ്പോൾ കൊണ്ട് കൊടുക്കാം. അപ്പം ഈ ബോക്സിനകത്ത് ഇരിക്കുന്ന പുതിയത്, കറണ്ടകത്തിരിക്കുന്ന പഴയത് കേട്ടോ. വ്യത്യാസമുണ്ട് ബ്രോ. ഇത് പഴയത്, ഇതാണ് വേണ്ടത്. പഴയത് ഇല്ല, വണ്ടി വെച്ചിട്ട് വിളിച്ച് പറയണേ ഇതാ. അപ്പം ഇതാണ് സാധനം എന്ന് പറഞ്ഞ്. ബേക്കിലത്തെ റെക്ടിഫയറിൻ്റെ അടുത്ത സോക്കറ്റൊന്നും കറ. പിന്നെ റിലേ അല്ലേ മറ്റേ ഫീസിൻ്റെ സോക്കറ്റൊക്കെ ഇതിൽ 2 ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നേ ഉള്ളു. അപ്പോൾ സാധനം കിട്ടിയിട്ടില്ല. അപ്പം വയറിംഗ് കിറ്റ് 2 അപ്പോൾ ഷോറൂമിൽ കൊടുത്തിട്ട് ഞാനിപ്പോൾ തിരിച്ച് ഷോപ്പിലോട്ട് പോവുകയാണ്. അവർ നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ള. സാധനം എന്തായാലും വരാൻ നേരത്ത് നാളെ അവർ ഫുള്ളൊന്ന് ചെക്ക് ചെയ്തിട്ട് നാളെ കിട്ടുകയാണെങ്കിൽ നാളെ തരാമെന്ന് പറഞ്ഞ്. മറ്റന്നാൾ രാത്രിയാണ് നമ്മളെ റൈഡ്. അപ്പോൾ നാളെ തന്നെ സാധനം കിട്ടണം. നാളെ കിട്ടിയിട്ട് നാളെ തന്നെ സെറ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ട്രിപ്പ് ക്യാൻസലായി പോകും. ഈ ഒരു ഒറ്റ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി ഫുള്ള് പണിഞ്ഞത് കേട്ടോ. അവസാന ഘട്ടത്തിൽ ഞാൻ കൊണ്ട് വയറിംഗ് കിറ്റ് മാറാനായിട്ട് പോയി. എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അതില്ല. ഇതിപ്പോൾ തോന്നുന്നു വയറിംഗ് കിറ്റ് മാറ്റേണ്ടത്. അതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് ഒട്ടിച്ച് പറക്കിയിട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു എനിക്ക്. ഗായ്സ് ഇപ്പം ഡേ 2 ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മാറാൻ കേട്ടോ. ആ കോൺസെപ്റ്റ് കണ്ടിട്ട് തരാം. ഇപ്പോൾ മാറിയിട്ട് ഒരുപാട് നാളായിട്ട് ഇത് ഫുള്ള് തുരുമ്പിച്ച് ദ്രവിച്ചിരിക്കുകയാണ് കേട്ടോ. അതാ നോക്കിയേ, നല്ല പിടുത്തുണ്ടായിരുന്നു. ആ കോൺസെപ്റ്റിൻ്റെ ആ അവസ്ഥ നോക്കിയേ, നല്ല പ്രശ്നമായിട്ടോ. അപ്പം കോൺസെപ്റ്റൊക്കെ എല്ലാം മാറിയാണ്. വണ്ടി ഇന്ന് ഫുൾ സെറ്റാക്കിയാണ്. അപ്പോൾ വയറിംഗ് കിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ. അപ്പോൾ നമ്മളെ വയറിംഗ് കിറ്റ് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടിയുടെ വയറിംഗ് കിറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ കുറയുമായിരിക്കും. പക്ഷേ അല്ല, ഈ വയറിംഗ് കിറ്റിൻ്റെ റേറ്റ് 3290 രൂപയാണ് കേട്ടോ. ആദ്യം എടുത്തത് 2700 ഉള്ള, ഈ 3290 ഈ വയറിംഗ് കിറ്റിന്. അപ്പോൾ എന്തായാലും വാങ്ങിച്ച വെക്കോള് എല്ലാം ഇളക്കിയിട്ടില്ലേ. അപ്പം ഫുള്ള് വെച്ചാൽ വണ്ടി കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്യണം. ഇനിയിപ്പം ഒരു പ്രശ്നം വരാത്ത രീതിയിൽ ഫുള്ള് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അവന്മാരൊക്കെ തിരക്കായിട്ട് ഞാൻ തന്നെയാണ് അത് കോൺസെപ്റ്റും സംഭവങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രേക്ക് ഫാസ്റ്റ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി. അത് ഇന്നലെ രാത്രി തന്നെ അതെല്ലാം സെറ്റാക്കി. ഓക്കെ, അപ്പം ഇനി കോൺസെപ്റ്റും പരിപാടി എല്ലാം മാറിയതിന് ശേഷം ഇന്ന് നൈറ്റ് ആയാലും ഇത് തീർത്തിട്ടേ ഞാൻ പോകുള്ളൂ. ഞാൻ മാത്രമല്ല ഇവന്മാരും പോകത്തുള്ളൂ. ഇവന്മാർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തന്ന് അവന്മാരുടെ പണി കഴിഞ്ഞാൽ കാണിച്ചെടുത്തേ. അപ്പൊ ഇവന്മാരെ എന്തായാലും ഫുഡൊക്കെ വാങ്ങിച്ചെടുത്ത് നൈറ്റ് ഇവിടെ നിർത്തി ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് ഇന്ന് ഇവിടെ നടക്കും. ഇന്ന് ഈ വണ്ടിയും കൊണ്ട് ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ. അപ്പം ബാക്കി പണി ചെയ്തു ഗൈസ്. കോൺസെപ്റ്റ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റായി. അടുത്തത് നമ്മൾ ഫോർക്ക് ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫോർക്ക് ഓയിൽ മാറിയിട്ട് ഒരുപാട് നാളായി. ഇപ്പം ജസ്റ്റ് ഒന്ന് അളവ് നോക്കിയപ്പോൾ അളവ് ഭയങ്കരമായിട്ട് കുറവാണ്. മാത്രമല്ല നല്ല രീതിക്ക് കറുത്തു കേട്ടോ. സീലും കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് മാറാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ മോട്ടോയിലിൻ്റെ ഫോർക്ക് ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. എൻ്റെ പൈസ ഫുള്ള് അപ്പോൾ ഞാൻ നമ്മുടെ Q20 വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഫോർക്കിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർക്കിൻ്റെ അടപ്പ് ഇതാണ് നമ്മുടെ ഫോർക്ക് റൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഫോർക്കിൻ്റെ അടപ്പ് ഊരിയിട്ടാണ് ഈ റൈസർ നമ്മൾ ഈ ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റത്തുണ്ട് ആ ത്രെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തിരിച്ച് കറക്കി കയറ്റി അത് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് ജാമായിരിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് അതിൻ്റെ ടൈറ്റ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. ഓക്കെ, ഗൈസ്. അപ്പോൾ ഇന്നലെ രാത്രി വരെ നിന്ന് പണിഞ്ഞെങ്കിൽ വണ്ടിയുടെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അന്നേരം വയറിംഗ് കിറ്റിങ് എല്ലാം ഫുള്ള് സെറ്റ് ചെയ്തപ്പോൾ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ റെക്ടിഫയർ റെഗുലേറ്റർ എന്നൊക്കെ പറയും. ഇതിന് ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ എഞ്ചിനിൽ നിന്ന് ബാറ്ററിയിലോട്ട് കറണ്ട് എത്തുന്നില്ല. വണ്ടി ബാറ്ററിയുടെ ചാർജ് ഡൗൺ ആയ വണ്ടി പിന്നെ ഓഫായി പോകും കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ പ്രശ്നമാണ് റെക്ടിഫയർ. അതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്ന് രാവിലെ കൊല്ലത്തോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. 1478 രൂപ കേട്ടോ ഇത് റെഗുലേറ്ററിനായത്. അങ്ങനെ ഇതും കൂടെ മാറി. എൻ്റെ പോനെ ഇതാണ് ഇരിക്കുന്ന സാധനം. നമ്മുടെ പഴയ റെഗുലേറ്ററാണ് കേട്ടോ ഈ കാണുന്ന. അത് മാറിയിട്ട് പുതിയ റെഗുലേറ്ററാണ്. അപ്പം സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ വണ്ടിയുടെ ക്ലച്ചിൻ്റെ സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് പുതിയത് വാങ്ങിച്ച് ബ്രേക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് 90 രൂപ
ക്ലച്ച് സ്വിച്ച് എത്ര രൂപ? 73 രൂപ. പിന്നെ നമ്മൾ MC കിറ്റ് നമ്മൾ കഴിഞ്ഞ ഷോറൂമിൽ നിന്ന് എടുത്തില്ലായിരുന്നു. അപ്പോൾ അതിന് ലീക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഷോറൂമിൽ കൊടുത്തപ്പോൾ തന്നെ അവർ മാറ്റി തന്നു. ലീക്ക് കൊണ്ടുകൊണ്ട് റീപ്ലേസ് ചെയ്ത് തന്നു. അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് തന്നില്ലെങ്കിൽ ഇത് വീണ്ടും വാങ്ങിക്കേണ്ടി വന്നേനാ. അപ്പം പൈസ വീണ്ടും കുറച്ചും കൂടെയൊക്കെ അപ്പോൾ ചിലവായി കേട്ടോ റണ്ണിങ് കണ്ടീഷൻ ആക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഗായത്രിയുടെ അവിടുത്തെ സ്ഥലത്ത് വീഡിയോ കിട്ടാതെ അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് അയച്ച് വണ്ടി നശിപ്പിച്ച് വണ്ടി തൊലച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഇങ്ങനെയൊക്കെ ഇട്ട് നശിപ്പിച്ചാലും അത് ശരിയാക്കാൻ എന്നെക്കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കളിക്കുന്നത്. പിന്നെ ഈ ഒരു റോഡിൽ കൂടെയൊക്കെ പോകാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ ഒരു കണ്ടീഷനിൽ വണ്ടി ഇപ്പോൾ പണിഞ്ഞ് സെറ്റപ്പ് ആക്കുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് കൂടെയൊക്കെ ഇങ്ങനെ എന്താണ് കണ്ണും പൂട്ടി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ വണ്ടി ഇപ്പോൾ പണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് അടിച്ചോണ്ട് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, അതൊരു മാറ്ററേ അല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ഇനി ഇതേപോലെയുള്ള റോഡിൽ കൂടെയൊക്കെ ഞാൻ ഇനി ഓടിക്കും, അതൊരു പ്രശ്നമല്ല. ഓക്കെ, അപ്പം പണ്ടൊട്ടേ ചാനൽ കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഇങ്ങനെ ഓഫ് റോഡൊക്കെ പോകുന്നതൊക്കെ. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇനിയും ഇതേപോലെ അത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടി മാറിക്കൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ വണ്ടിയെ നശിപ്പിക്കണമെന്ന് ആരും പറയണ്ട, പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ നശിപ്പിച്ചാൽ അത് റീപ്ലേസ് ചെയ്ത് എല്ലാം പുതിയതാക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങിയിട്ട് അടക്കം ഞാൻ ഇപ്പോൾ മാറി വണ്ടി സെറ്റപ്പ് ആക്കിയാണ്. ഒരു പ്രശ്നമില്ല. വണ്ടി ഇപ്പോഴും ഓടിക്കാൻ നേരത്തെ ഒരു പുതിയൊരു വണ്ടി ഷോറൂമിൽ നേരത്തെ എങ്ങനെ ഓടിക്കും അതേപോലത്തെ ഫീലാണ് വണ്ടി ഇപ്പോൾ ഓടിക്കാനൊക്കെ കേട്ടോ. ഓക്കെ, ഇത്ര പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇനിയുള്ള ബാക്കി പണികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി പുറത്തോട്ട് ഇറക്കി ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് റൈഡിന് പോകാനുള്ള വണ്ടിയുടെ അണ്ടതാ ചെയിലു പോകാൻ വേണ്ടി കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്ന് വൈകിട്ടാണ് അപ്പം നമ്മൾ റൈഡ് പോകുന്നത്. അപ്പം അപ്പോൾ യൂസഫ് കൊണ്ട് യൂസഫിൻ്റെ വണ്ടിയൊക്കെ ചെയിലൂപ്പൊക്കെ ചെയ്ത് സെറ്റാണെന്ന് അക്രമം കാണിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ചെയിലൂപ്പയുടെ വണ്ടിയാണ് കേട്ടോ ഇത്. അവിടെ ഒരു CBR വൈസറൊക്കെ വെച്ചോണ്ടിരിക്കുക. ഓക്കെ, അപ്പം അടുത്ത ചെയിലു പോയിട്ട് ഇപ്പം നമ്മുടെ വണ്ടിയുടെ വർക്ക് ഇതാ ഫുള്ള് കഴിച്ച് വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാ നമ്മളെ പറഞ്ഞ 3 മെക്കാനിക്കലാണ്. ഇവർ 3 ഈ വണ്ടിയുടെ ഫുൾ വർക്ക് ചെയ്ത് കേട്ടോ. ഈ വർക്കിൻ്റെയൊക്കെ ഇടയിൽ ഫുള്ള് ഇരുന്ന് ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി നമ്മളെ ചാവി സോക്കറ്റൊക്കെ മാറ്റിയിടാം. ക്രാഷ് കാർഡ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് സൈഡിലോട്ടൊക്കെ ആക്കി ബേക്കിലത്തെ ബ്രേക്കും സംഭവങ്ങളെല്ലാം സെറ്റാക്കി വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഫോഗ്ലൈറ്റൊക്കെ ചെറിയ മിന്നലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇളക്കി ഫോഗ്ലൈറ്റിൻ്റെ അകമൊക്കെ ഇളക്കിയൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കി തന്നു. വണ്ടിക്ക് വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം അടിപൊളി ആക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വണ്ടി വലിയ പണിയായ 3 എണ്ണത്തിനെയും വിളിക്കും, ഓടി അങ്ങ് എത്തിക്കണം കേട്ടല്ലോ. എവിടെ വെച്ച് പണിയാകും അവിടെ എത്തിക്കണം. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടിപൊളിയായി വണ്ടി ഓടിക്കാനൊക്കെ നൈസായി. എങ്ങനെയുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ലുക്കൊക്കെ ഉണ്ട്? ക്രാഷ് കാർഡ് കൂടെ കയറ്റിയപ്പോൾ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പം ഇത്രയൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ള വണ്ടി പണിയാൻ. ബ്രേക്കൊക്കെ പക്കായിട്ട് കേട്ടോ. ബ്രേക്ക് നല്ല ബൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടും അതുപോലെ തന്നെ റിയറും. പിന്നെ ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ പുതിയതാണ്, പുതിയ സ്പോക്കറ്റാണ് കേട്ടോ. അപ്പം ആ ഒരു അടിയും നമുക്കില്ല, എല്ലാം അടിപൊളി. പിന്നെ ഫ്രണ്ടിലത്തെ പക്ഷേ നോക്കാത്ത ഫോർക്ക് ഓയിലും അതുപോലെ തന്നെ കോൺസെറ്റൊക്കെ മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ ഒഴിച്ചിലൊക്കെ ഒഴിച്ചിൽ നിന്ന് ഉദ്ദേശിച്ച ആ ഒരു വോബ്ലിംഗ് ഒക്കെ നമ്മുടെ ടീം എത്തി. നമ്മുടെ യൂസഫ് ബ്രോ എക്സ്പെൻസിൽ ഫുൾ ജാക്കറ്റൊക്കെ ആയിട്ട് നമ്മളെ ഇസ്മായിലൊക്കെ എല്ലാവരും ഉണ്ടല്ലോ സെറ്റ്. കറക്റ്റ് ടൈമിങ്ങിനാണ് കേട്ടോ എത്തിയത്. വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ബാക്കി മച്ചന്മാരെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. സ്മാഗ പൊളിക്കണ്ടേത് തകർക്കാം. വിളിച്ച് വരുന്നില്ല. ഇവർ 3 എക്സ്പെൽസിലാണ് കേട്ടോ തകർക്കാനായിട്ട് പോണത്. അപ്പം ഞാൻ എക്സ്പെൽസ് കണക്ക് ആക്കിയ 220-ലാണ് പോടാം. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം തകർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പം വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് വേണ്ടപ്പോൾ അങ്ങനെ. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആരും മറക്കാതെ കാണുക കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ റൈഡ് അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പം ഗായ്സ് എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.